ഇതായിരിക്കും അല്ലേ നമ്മുടെ ആ സ്പ്രേ കേറി വരുമ്പോഴേ സുചേട്ടനെയാണ് നമ്മൾ വീട്ടിലോട്ട് കേറി വരുമ്പോഴേ ഇതൊന്ന് ഞാനൊന്ന് എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇതാണ് സുധിച്ചേട്ടന്റെ ആ പെർഫ്യൂം. ഞാനൊന്ന് ഈ സൈഡിൽ ഇതാണ് സുധിച്ചേട്ടന്റെ ആ ഒരു ഇതെപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ. പിന്നെ കുട്ടികൾ എടുത്ത് അങ്ങനെ തരില്ല എന്ന് പറഞ്ഞാലോ, ഡിലേ ആണെന്ന് തരില്ല, അത് തരാൻ പറ്റത്തില്ല. അല്ലെ പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, എങ്ങനെ പറഞ്ഞാലോ, ഇത് പപ്പയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ പറയാതെ ബുൾഡോസർ വെച്ച് കളയുമെന്ന് പറഞ്ഞതോ, അതെന്താ നിങ്ങൾ അതൊന്നും. എന്റെ പപ്പായ്ക്കാണ് എല്ലാം അറിയാവുന്നത്, എന്റെ പപ്പായ്ക്കാണ് ആ വീട് വെച്ച് കൊടുത്തത് എന്ന രീതിയിലാണ് ഈ പറയുന്ന ഗ്രേഷ്മ തങ്കച്ചൻ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഈ പറയുന്ന കൊല്ലം സുധിയുടെ മക്കൾക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഈ ഗ്രേഷ്മയ്ക്കും വേണ്ടിയാണ് ആ ഒരു ഭവനം ഈ പറയുന്ന ഫിറോസും അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥലം കൊടുത്തിരിക്കുന്ന ആ ഒരു അച്ഛനും, അതായത് നോബൽ എന്ന് പറയുന്ന ആ ഒരു വൈദികനും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറെ സന്നദ്ധ സംഘടനകളൊക്കെ സഹായിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ രേണു വന്ന് വെറൈറ്റി മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് അല്ലെങ്കിൽ ഈ വീടിനെ ഭരിക്കുന്നത് ഇവരുടെ അച്ഛൻ എന്ന നിലയിലാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവരുടെ വീട് ചോരുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ ഋതപ്പം കിടക്കുന്ന വീട് ചോരുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഹാള് ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഫ്രണ്ടിലെ വശത്ത് നിന്ന് എറിച്ചിലടിക്കുന്നുണ്ടെന്നും പറഞ്ഞു. എറിച്ചിലടിക്കുന്ന കാര്യം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി സമ്മതിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു റൗണ്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ കൂടെ ഗ്ലാസിന്റെ അതുകൂടെ കടക്കുമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഒരു 3000 രൂപ മുടക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഷെയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം അത് നിൽക്കും, അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതല്ല, അദ്ദേഹത്തെ വിളിച്ച് ഈ എന്താ പറയാ, ഈ പറയുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന ആള് വിളിച്ച് പൂരപ്പാട്ട് പറയുകയും അതോടൊപ്പം അദ്ദേഹത്തെ വിളിച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ വോയിസ് റെക്കോർഡൊക്കെ ഉണ്ടെന്നാണ് ഫിറോസ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ രേണുസുതി പറയുന്ന പല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞുണ്ടല്ലോ, ഈ പറയുന്ന ഫിറോസ് പറഞ്ഞു പോലും വീട് ഇളക്കിക്കളയുമെന്നോ ബുൾഡോസർ വെച്ച് തകർക്കുമെന്നോ ഒക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. എന്തുമായാലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഈ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വാർത്തയും കാണുന്നില്ല, എനിക്കെതിരെ വരുന്ന ഒരു കാര്യവും ഞാൻ കാണുന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അങ്ങനെ ഒന്നിനെ കുറിച്ച് എനിക്ക് ഒരു കൂസലും ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെങ്കിൽ എല്ലാം പുള്ളിക്കാരി വന്നിട്ട് ഇന്റർവ്യൂവിൽ മറുപടി ആയിട്ട് പറയുന്നുമുണ്ട്. ഈ പറയുന്ന ഫിറോസ് പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാതെ എന്തിനാണ് ഇങ്ങനെ ഒരു മറുപടി പുള്ളിക്കാരി പറയുന്നത് എന്നൊരു ചോദ്യം സാധാരണപ്പെട്ടവര് ചോദിക്കാം. എന്നാലും ഈ പുള്ളിക്കാരി തള്ളി മറിക്കുകയാണ്. നിങ്ങൾക്ക് കേട്ടോ, ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അതോടൊപ്പം അത് മാത്രമല്ല, ഈ പറയുന്ന പുള്ളിക്കാരനുണ്ടല്ലോ, ഇവരുടെ അച്ഛൻ, അതായത് തങ്കച്ചൻ, പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം. ആരാണ് ഓഫർ ചെയ്തത് അല്ലെങ്കിൽ ആരാണ് വീട് കൊണ്ടുവന്ന് അവരോട് ആവശ്യപ്പെടുന്നത് ശരിക്കും ആവശ്യപ്പെട്ടതല്ല. ഇതിപ്പം പറയുന്നത് എനിക്ക് തോന്നുന്നു ആ സാധനം ഞാൻ കണ്ടില്ല ഫുൾ, പക്ഷെ ഞാൻ അറിഞ്ഞു ഇതിപ്പം ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല. നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു അല്ലാതെ അവര് ചെയ്യണമെന്ന് ഇന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങൾ ആരും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ ചെയ്യണമെന്ന് ക്ലിപ്പ് വരെ എന്റെ കയ്യിലുണ്ട്. അതായത് വർക്ക് ഏരിയ വേണം, അതില്ലാത്ത പക്ഷം ചെയ്തില്ല എന്ന രീതിയിലേക്ക് നവമാധ്യമങ്ങളിലൂടെ അത് പുറത്തു വിടും. ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ ശരിക്കും റിക്വസ്റ്റ് ചെയ്യാതെ ആ സാധനം അങ്ങനെ നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ നിങ്ങൾ പണിതോ, അത് കുഴപ്പമില്ല. അതെന്തിനാ ഇങ്ങനെ വിളിച്ചു, അതായത് ഈ ഫിറോസിനെ വിളിച്ച് പറയുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ പണിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പണിയാമല്ലോ. അത് ഫിറോസിനെ വിളിച്ച് തന്നെ പറയണം, അല്ലെങ്കിൽ ഫിറോസിനെ വിളിച്ച് അത് ചോദിക്കണം, അതിന്റെ കാര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്നിട്ട് നിങ്ങൾ ഇതിന്റെ അകത്തൂടെ പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ഫിറോസ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം കൊടുക്കാത്തതെന്ന് അറിയത്തില്ല. എന്തായാലും 1 വർഷമായി അദ്ദേഹം കൊടുക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല, അത് ചിലപ്പോൾ ലേറ്റ് ആകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് കൊടുക്കണം. കാരണം ഈ പറയുന്ന കുട്ടികൾക്ക് റേഷനും കാര്യങ്ങളും ഒക്കെ മേടിക്കാനുള്ളതാണ്. അത് ഒരിക്കലും അത് തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് ഞാൻ ഈ ഫിറോസിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും രേണുസുതി പറയുന്ന ബാക്കി കള്ളങ്ങളും ഇതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും. ഇല്ല, അല്ല, ഞാൻ രേണുസുതിനെ പ്രതിനിധീകരിച്ചിട്ട് ഇപ്പൊ ഫാദർ എന്തായാലും പറഞ്ഞിട്ടില്ലെന്ന് രേണുസുതിക്ക് അറിയാം. അല്ല, വീട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു? വീട്ടിൽ നിന്ന് പപ്പ പറഞ്ഞു ഞങ്ങൾ പൈസ കിട്ടുമ്പോഴത്തേന് ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ വീട് വെച്ചതിന്റെ, അത് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ചൊല്ലി പപ്പ ചോദിക്കുന്നുണ്ടായിരുന്നു. മക്കൾക്ക് നമ്മൾ അവിടെ പഞ്ചായത്ത് അറിയണ്ടേ ഇത് ചെയ്ത്, അത് ഇതുവരെയായിട്ട് തന്നിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തകർന്നു, ഫാനാണ് മുറിഞ്ഞിരിക്കുന്നുണ്ട്. ശരിക്കും ഇത് മാറ്റി തരണം ആവശ്യപ്പെടാറുണ്ടോ? ശരിക്കും ഞാൻ ഒരു കോൺടാക്റ്റും ഇല്ല ഇവരുമാരുമായിട്ട്. ഈ ഫാദർ
കോൺടാക്ട് ചെയ്യുന്നത് പപ്പ സംസാരിക്കാറുണ്ടെന്ന് എനിക്കറിയാം. പപ്പ സുധീർ എന്ന് പറഞ്ഞ മെയിൻ പണിക്കാരനുമായിട്ടും എഞ്ചിനീയറുമായിട്ടാണ് സംസാരിക്കുന്നത്. ഫിറോസ് കോഡ് ആവശ്യപ്പെട്ടിരുന്നു പപ്പ പറഞ്ഞിരുന്നു രേണുവിനോട്. പപ്പ ഇന്നലെയാണ് ഈ ഒരു പ്രശ്നം നടന്നപ്പോഴാണ് പപ്പ ഇതൊക്കെ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത്. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാറില്ല. ഞാൻ ഇവിടെ വല്ലപ്പോഴും ചെന്നാൽ മുറിയിൽ ചെന്ന് കിടന്നുറങ്ങും, കൊച്ചുങ്ങളെ കാണും, തിരിച്ച് ഷൂട്ടിന് പോയി. കുറെ ഒരു 6 മാസമായിട്ട് തന്നെ നാടകം ഉണ്ടായിരുന്നതിന് മുന്നേ ഈ ഷൂട്ട് തുടങ്ങി. രേണു ഒരു കാര്യവും ചോദിക്കാറില്ല, അച്ഛൻ തോന്നുന്ന പോലെ അങ്ങ് ചോദിക്കുക. അപ്പൊ ഈ പുള്ളിക്കാരന്റെ കഥ എന്താണ്? ഈ പുള്ളിക്കാരനാണോ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് നിയന്ത്രിക്കുന്നത്? ഈ പുള്ളിക്കാരനാണോ ഈ വീടിന്റെ വലിയ ഉത്തരവാദിത്തത്തിൽ നടക്കുന്നത്? ഈ പറയുന്ന കൊല്ലം സുധിയുടെ മൂത്ത മകനായ കിച്ചുവിന് പ്രായപൂർത്തിയായവനാണ്. ഈ പ്രായപൂർത്തിയായവൻ പറഞ്ഞിട്ടാണല്ലോ ഈ പറയുന്ന സുധിയെ കൊണ്ടുവന്ന് ഈ ഒരു പള്ളിയിൽ അടക്കം ചെയ്തത്. അതിന്റെ ഒരു കള്ളത്തരമൊക്കെ ഈ ഈ പറയുന്ന തങ്കച്ചൻ പറയുന്നത് പൊളിച്ചടുങ്ങുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അത് പുറകാലം എന്തായാലും വരും. ഈ പറയുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന പുള്ളിക്കാരനല്ല ഇത് ചോദിക്കേണ്ടത്. കിച്ചുവിന് പ്രായപൂർത്തിയായിട്ടുണ്ട്, അതുകൊണ്ട് അവൻ വന്നിട്ട് അവന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവൻ നേരിട്ട് വിളിച്ച് ആ കാര്യങ്ങളൊക്കെ തിരക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരിക്ക് എന്ത് റോളാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുവായാലും പുള്ളിക്കാരനാണ് ഈ പറയുന്നവരെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ഈ രേണു തന്നെ ഇവിടെ പറയുന്നുണ്ട്. തിരിച്ച് ഷൂട്ടിന് പോയി. കുറെ ഒരു 6 മാസമായിട്ട് തന്നെ നാടകം ഉണ്ടായിരുന്നതിന് മുന്നേ ഈ ഷൂട്ട് തുടങ്ങുന്ന നാടകത്തിനകത്ത് ഇങ്ങനെ സജീവമായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ അറിയില്ല, ഫാൻ വീണ കാര്യം എനിക്കറിയാം. ഇവിടെ ഇങ്ങനെ പപ്പടം മുറിഞ്ഞായിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പപ്പ പിന്നീട് പറയും. അതുപോലെ തന്നെ വാഷ് ബേസിൻ വീണപ്പോൾ ഞാനുണ്ടായിരുന്നു. വാഷ് ബേസിൻ താഴോട്ട് വീണപ്പോൾ കുഞ്ഞുങ്ങൾ കളിക്കുമായിരുന്നു, പടക്കോന്ന് താഴെ വീണ്. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് വാഷ് ബേസിൻ ഇങ്ങനെ കമന്ന് കിടക്കുക. പിള്ളേർ എന്തായാലും അതിന്റെ അടിപ്പെട്ടില്ല, വലിയ വാഷ് ബേസിന് തീർന്നതിന് പിള്ളേർ അതിന്റെ അടിപ്പെട്ടിരുന്നെങ്കിൽ. പിന്നെ അത് ആരോ ചെയ്ത് പറയുന്നു ഫാൻ താഴെ വീണു എന്ന്. ഫാൻ താഴെ വീണു എന്ന് പറയുമ്പോൾ ഫാന്റെ മേളത്തെ കുക്ക് തൊട്ട് ഇടിഞ്ഞു വീണോ അതോ മൊത്തത്തിൽ ആ ബിൽഡിംഗ് മൊത്തത്തിൽ ഇടിഞ്ഞു വീണ കാര്യമാണ് ഇവർ പറയുന്നത്. ഫാൻ താഴെ വീണമെങ്കിൽ അത് ചിലപ്പോൾ അത് ലോക്ക് ഇടാത്തതിന്റെ കുറ്റം വല്ലതായിരിക്കും, അത് ചിലപ്പോൾ വയറിങ്ങിന്റെ വിഷയം വല്ലതായിരിക്കും. വയറിങ് ചെയ്തപ്പോൾ അവർ മറ്റേ ആ ഫാന്റെ ഇത് സ്ക്രൂ എല്ലാം മുറുക്കാൻ വിട്ടുപോയതായിരിക്കും. എന്തുവാണോ ഇവർ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ അവരുടെ അച്ഛന്റെ ഇവിടെ മുറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്കറിയത്തില്ല എന്തുവായാലും. പിന്നെ ഇവർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, വാഷ് ബേസിൻ തറയിൽ വീണു എന്ന്. ഇവർ ഉദ്ദേശിക്കുന്ന വാഷ് ബേസിൻ ഏതാണ്? നമ്മുടെ കിച്ചണിൽ ഇരിക്കുന്ന ആ വാഷിംഗ് ബേസിനാണോ? അതെങ്ങനെ തറയിൽ വീഴും? അത് വീണാൽ തന്നെ നേരെ താപ്പോട്ടല്ല വീഴൂ? അതോ ഇനി കൈ കഴുകാൻ വെക്കുന്ന നമ്മുടെ ഡൈനിങ് ഹാളിന്റെ അവിടെയൊക്കെ കൈ കഴുകാൻ വെക്കുന്ന അതാണോ? അതിലെന്നാൽ പിള്ളേർ വല്ലതും പിടിച്ച് ഞാന്ന് കാണും. അല്ലാതെ അതെങ്ങനെ വീഴും? അതൊക്കെ നല്ല സ്ക്രൂ ഇട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്താൽ എടുക്കുന്നത് അതൊക്കെ. അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം വാ തുറന്ന കള്ളത്തരം പറയുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊരു ബാക്കി പറയും. ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇല്ല, ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല. എനിക്ക് നല്ല ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല. എന്ത് തോന്നുന്നു സ്വയം ചിന്തിക്കുന്ന സമയത്ത്? അങ്ങനെ ഒരു വന്ന സമയത്ത് ഒരു ശീതളടിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അതിന്റെ ഒരു സൈഡ് ഗ്ലാസ് സംസാരത്തിൽ അറിയാൻ പറ്റിയ ഒരു 3000 ചെലവ് വരുന്നു എന്ന് പറയുന്നു. ശരി, അത് ഞാനായിട്ട് അത് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് മാറ്റണമായിരുന്നോ? അല്ലെങ്കിൽ അത് ശീതളടിക്കുന്ന പരാതി ഞാൻ പറയണമായിരുന്നോ? എന്ത് തോന്നുന്നു? എനിക്കത് തെറ്റായിട്ടും തോന്നില്ല. ഞാനുള്ള കാര്യമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ശരി, ആ വെള്ളം വീഴുന്നുണ്ട്, പറഞ്ഞ സത്യമാണ്. കാരണം കുറെ നാളായിട്ട് വിളിക്കുന്നുണ്ട്. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ നമുക്ക്? അതിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. 1 വർഷം ആകുന്നത് ഇതുവരെയായിട്ട് തന്നിട്ടില്ല. ശരിക്കും തുടക്കത്തിൽ ഇത് ചോർന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ആരോ ചോദിച്ചു, ഞാനത് പറഞ്ഞു, സത്യമായിരുന്നു. ശരിക്കും അവരെങ്ങനെയാ അറിയുന്നത്? കമ്മ്യൂണിക്കേറ്റ് അങ്ങനെ വന്ന് ചോദിച്ചതാണ് ശരിക്കും ഈ ചോദ്യം എന്നുള്ളത്. ഇതിവിടെ പറഞ്ഞത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മീഡിയക്കാർക്ക് എങ്ങനെ മനസ്സിലായി അവിടെ ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടെന്നും അവിടെ ഇങ്ങനെ ഒരു ശീതളടിക്കുന്നുണ്ടെന്നൊക്കെ? അപ്പൊ ഇതൊക്കെ രേണു മുന്നേ പറഞ്ഞ് വരുത്തിയതാണ്. അവരോട് ഇത് പറഞ്ഞതാണ്, ഇങ്ങനെ നിങ്ങൾ എന്നോട് ചോദിക്കണം, ഇതൊക്കെ അച്ഛൻ്റെ ഐഡിയ ആയിരിക്കാം. ഇതെല്ലാം എൻ്റെ പൊന്ന് രേണു അപാര ബുദ്ധിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ആകെപ്പാടെ ഏറി കയറിയ ഒരു അവസ്ഥയാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഏറിന്ന് താഴോട്ട് എങ്ങനെ ഇറങ്ങും എന്നുള്ള കാര്യം ഇനി ചിന്തിച്ചാൽ മതി. ഇപ്പൊ പോയി വെറൈറ്റി മീഡിയയിലൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഏറി താഴെ ഇറങ്ങാൻ നോക്കുമ്പോൾ പിന്നെയും മുകളിലോട്ട് കയറുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. വർത്തമാനത്തിൽ എന്ത് അഹങ്കാരമാണുള്ളതെന്ന് അറിയാമോ? ഈ അഹങ്കാരം കുറച്ചൊക്കെ കുറയ്ക്കണം. കാരണം നിങ്ങൾ പണ്ട് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നിങ്ങളുടെ. ആ അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ ഈ അഹങ്കാരം ഇങ്ങനെ കൊണ്ടുപോയാലുണ്ടല്ലോ വലിയൊരു മെനയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തറ പറ്റി പോകും കേട്ടോ. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അഹങ്കാരം കുറച്ചൊക്കെ നിലത്ത് നിൽക്കി. നിലത്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ചകൾ നല്ലപോലെ കിട്ടത്തുള്ളൂ. മനസ്സിൽ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്താണ് തരാത്തത്? ഞാനല്ല ചോദിച്ചത്, എൻ്റെ പപ്പായാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് അറിയില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വീടിന് ഒരു നമ്മൾ റേഷൻ കാർഡ് ഒക്കെ ചേർക്കണ്ടേ, പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ടേ? അതുപോലെ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. സർട്ടിഫിക്കറ്റ് എല്ലാം തരില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയട്ടെ. എന്നോടല്ല പറഞ്ഞത്, പപ്പ അത് പറയുന്നുണ്ട്. പപ്പാട് പറയുന്നുണ്ട് 1 വർഷം ആകുന്നില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. സർട്ടിഫിക്കറ്റ് തരട്ടെ. അല്ല, ഈ വിഷയം 2-3 ദിവസം അതെല്ലാം ഞാൻ പറയുന്നത്. ഇതെന്താ തരാത്തത്? അത് തന്നാലേ പറ്റുള്ളൂ നമുക്ക്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇത് എന്താ സർട്ടിഫിക്കറ്റ് ആണെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ലോകപരിചയം ഇല്ല. എന്താ സർട്ടിഫിക്കറ്റ് ആണെന്ന് പോലും എനിക്കറിയില്ല. പപ്പ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു സാധനം തന്നിട്ടില്ല, വീടിന് നമ്പർ ഇട്ടിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വീടല്ല, അത് അതിൻ്റെതായ രീതി വേണ്ട നിൽക്കാൻ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തോ എനിക്കറിയില്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ പപ്പാക്ക് അറിയത്തുള്ളൂ. അതിനെപ്പറ്റി നമ്മൾ ശരിക്കും അങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞിട്ട് അറിയില്ല. എന്റെ പപ്പായ്ക്ക് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഡീറ്റെയിൽ. എനിക്ക് ആ വെള്ളം വീഴുന്ന കാര്യം ചോദിച്ചപ്പോൾ ഞാനത് സത്യം പറഞ്ഞു. അതിൽ ഇതിന്റെ ബാക്കി കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്.
നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ശരി? അതെനിക്കറിയില്ല ഇതിനെ പറ്റി പറയാൻ. അത് കാരണം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ കുറെ പപ്പയായിട്ടായിരുന്നു ഇവരെല്ലാം കോൺടാക്ട് ചെയ്യും, മെയിൻ കോൺട്രാക്ടറും അവരും ഒക്കെ ആയിട്ട്. എനിക്ക് അതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അറിയാത്ത കാര്യം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നാളെ ഒരു ഇതാകരുത്. അറിയാതെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. എന്തൊക്കെ സംഭവം നടക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും പറയാൻ അറിയത്തില്ല എന്നാണ് ഇവിടെ രേണു പറയുന്നത്. അതെന്തേ അറിയാത്തത്? നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അറിയുന്നത്? നിങ്ങൾ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞു, നിങ്ങൾ പിന്നെ കീ കൊണ്ടുവന്ന് ഞാൻ കൊടുക്കും, ഞാൻ വീട് പൂട്ടിയിട്ട് വെളിയിലിറങ്ങും, അത് വന്നിട്ട് ആവശ്യമുള്ളവർ വാങ്ങിക്കോ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ കിച്ചുവിന്റെ പേര് പോലും അവിടെ പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ കിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കിച്ചുവിന്റെ യൂട്യൂബ് ചാനൽ 100K കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന കിച്ചുവിനെ വിളിച്ചിട്ട് ഒന്ന് ആശംസ പറയുകയോ അല്ലെങ്കിൽ പോട്ട് ഈ ഒരു പോസ്റ്റ് എടുത്തിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റായിട്ട് ഇടുവോ, കൺഗ്രാജുലേഷൻ മോനെ എന്ന് പറഞ്ഞ് ഇടുവോ ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഇവർക്ക് എന്താ പറയാ ഒരു ഇതുണ്ട്, ഒരു ചൊറയുണ്ട് എന്നുള്ള കാര്യം അത് ഉറപ്പാണ്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അല്ലെ എല്ലാത്തിനും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്ന പുള്ളിക്കാരിയാ. എന്നിട്ടും ഈ ഒരു കാര്യം വിട്ടില്ല. ഇത് മെയിൻ ഒരു കാര്യമാണ്. ആ കുഞ്ഞിന് കിട്ടിയ ഒരു എന്താ പറയാ ഒരു അച്ചീവ് തന്നെയാണത്. അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് രേണു മുതിർന്നില്ല എങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാര്യം ഉണ്ട്. ഇനിയുമാണ് പറയുന്നത് അപ്പന്റെ ഇന്റർവ്യൂ. അപ്പൻ വന്ന് ഇന്റർവ്യൂ കൊടുക്കും. അപ്പന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. വരണം വരണം. കിട്ടിയിട്ടില്ല, ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അത് കിട്ടിയാലേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. തരില്ലെന്ന് പറഞ്ഞാലോ, ഡിലേ ആണെന്ന് തരില്ല, അത് തരാൻ പറ്റത്തില്ല. അല്ലെ പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, എങ്ങനെ പറഞ്ഞാലോ, ഇത് പപ്പയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പറയാതെ ബുൾഡോസർ വെച്ച് കളയുമെന്ന് പറഞ്ഞതോ? അതെന്താ നിങ്ങൾ അതൊന്നും, അതാ ഞാൻ പറഞ്ഞത് ഒരു വശം മാത്രം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആരാണ് പറഞ്ഞത്? ഫിറോസിക്ക പറഞ്ഞതാണ് ഒരാൾ എന്റെ പപ്പയോട് പറഞ്ഞത്. ഒരാളെന്ന് പപ്പ അത് പബ്ലിക്കായിട്ട് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ച് നിരത്തുന്നു. അതൊന്നും നമ്മളെ പറയുന്നത് മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആളത് പറയും, എന്റെ പപ്പ അത് പുറത്ത് പറയും. ഫിറോസിക്ക പറഞ്ഞത് വേറൊരാളാണ് പപ്പയോട് പറഞ്ഞത്. പപ്പ അത് പറയും, പറയാതിരിക്കുന്നത്. കാരണം ഇത്രയും പറഞ്ഞു ഇനി നമുക്കും പറയാലോ. പുള്ളി പറയും പപ്പ എനിക്കത് ഡീറ്റെയിൽ അറിയില്ല, കാരണം ഇങ്ങനെയാണെങ്കിൽ ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പപ്പയോട് പറഞ്ഞതാണ് പറഞ്ഞത്. പപ്പ അത് പറയും. പപ്പ പെട്ടെന്ന് തന്നെ പറയണം. കാരണം അത് ബുൾഡോസർ വെച്ച് ഇടിച്ച് താഴെ ഇടുമെന്നൊക്കെ പറഞ്ഞു എന്നാ പറയണേ. ആര്? ഈ പറയുന്ന ഫിറോസ്. അത് ഈ അപ്പൻ വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ പറയും. അതോടൊപ്പം തന്നെ വീടൊക്കെ കാണിച്ചുകൊണ്ടുള്ള ആ ഒരു മറ്റേ ടൂർ, ഹോം ടൂറൊക്കെ കാണിക്കും, ചോരുന്നതൊക്കെ കാണിക്കും, വീണത് കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തുവായാലും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന അപ്പനുണ്ടല്ലോ, ഈ പറയുന്ന എന്താ പറയാ തങ്കച്ചൻ എന്ന് പറയുന്ന പുള്ളി, ആ പുള്ളി പറയുന്നതിൽ പലതും നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തുവായാലും ഈ ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ തന്നെയാണ് ഫേസ്ബുക്കിൽ കൂടെ ഈ ഒരു കാര്യം പുറത്തുവിട്ടത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും അത് കേട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വശം കേട്ടു, ഇപ്പൊ നിങ്ങളുടെ വശവും കേട്ടു. വശം കേട്ടപ്പോൾ നിങ്ങളുടെ പറയുന്നു, അതുപോലെ അച്ഛനോട് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്, ഇനി അച്ഛന്റെ ഇന്റർവ്യൂ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഏതാണോ കറക്റ്റ് എന്ന് തോന്നുന്ന ആ ഒരു വശത്ത് നമ്മൾ നിൽക്കും. പക്ഷെ ഇതുവരെയായിട്ടും രേണു പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് അതിലൊരു വിശ്വാസത വന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ടൈം കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.